കേരള വൈദ്യുതി ബോർഡിൽ ലാവലിൻ മുതൽ മണിയാർ വരെയുള്ള പദ്ധതികളിലൂടെ പ്രസരിക്കുന്നത് അഴിമതിയുടെ മെഗാവാട്ടാണെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചുരുങ്ങിയ ചിലവിൽ വൈദ്യുതി വാങ്ങുവാനായി UDF സർക്കാർ നടപ്പിലാക്കിയ കരാറുകൾ റദ്ദു ചെയ്ത് 4 ഇരട്ടി അധിക ചെലവിൽ പുതിയ കരാറുകളിൽ ഏർപ്പെട്ട സർക്കാർ നടപടിയാണ് ലാഭത്തിലായിരുന്ന ഇലക്ട്രിസിറ്റി ബോർഡിനെ കനത്ത നഷ്ടത്തിലേക്ക് തള്ളിവിട്ടത്. പുതിയ കരാറിലൂടെ കോടിക്കണക്കിന് രൂപ കമ്മീഷൻ കൈപ്പറ്റുന്ന ഭരണ നേതൃത്വത്തിന്റെ സാമ്പത്തിക താൽപ്പര്യങ്ങളുടെ ദുരന്തമാണ് വിലവർദ്ധനവിലൂടെ ജനതയ്ക്കുമേൽ അടിച്ചേൽപ്പിക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ ചരിത്രം പരിശോധിച്ചാൽ പല ഗവൺമെന്റുകളുടെ കാലയളവിലും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ചാർജിന്റെ വർധനമെന്ന് പറയുന്നത് കേവലം ഒരു തവണ മാത്രമായിരിക്കും. പക്ഷേ ഇവിടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് 5ാമത്തെ തവണയാണ്. 2017-ലും 2019-ലും 2022-ലും 2023-ലും 4 തവണ വർദ്ധിപ്പിച്ച ശേഷമാണ് വീണ്ടും 2024-ൽ 5ാം തവണ വർധനവിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് കടന്നു പോകുന്നത്. നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T. സൈനുലബ്ദീൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ ഗവൺമെന്റിനെ ഒരു ജനകീയ സർക്കാർ എന്ന് വിളിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയില്ല. കോവിഡിന്റെയും മഹാമാരിയുടെയും ഒക്കെ പേരിൽ തുടർ ഭരണം കരസ്ഥമാക്കി മുന്നോട്ട് വന്ന ഈ ഗവൺമെന്റ് സാധാരണക്കാരന് അടിക്കടി ഉണ്ടാക്കി വെക്കുന്ന അധിക നികുതി ഭാരം അത് താങ്ങാനാവുന്നതിനപ്പുറമാണ്. ഭാരവാഹികളായ AJ ഷാജഹാൻ, AP ഷാജഹാൻ, CA സാദിഖ്, അലക്സ് മാത്യു, ജോൺ K. മാത്യു, രാജൻ ചെങ്കിളി, N. രാജഗോപാൽ, ഗായത്രി തമ്പാൻ, AM കബീർ, MR സലീം ഷാ, KK നൌഷാദ്, വിശാഖ് പത്തിയൂർ, അരിത ബാബു, അജിത മോൻ കണ്ടല്ലൂർ, അഫ്സൽ പ്ലാമൂട്ടിൽ, P. രാജേന്ദ്രക്കുറുപ്പ്, K. രാജേന്ദ്രകുമാർ, തയ്യിൽ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.